ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ നായർ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു വിധവയുടെ ഏകപുത്രനെ ഉയർപ്പിക്കുന്ന ഒരു രംഗം വിശുദ്ധ ലൂക്ക വിവരിക്കുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു, അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഈശോ വന്നു, ശവമഞ്ചത്തെ തൊട്ടു, കൽപ്പിച്ചു. അതിന് ബാക്കി പത്രം യുവാവ് എഴുന്നേറ്റിരുന്നു, ജീവിതത്തിലേക്ക് കടന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു വിധവ. ഇനി ആ നഷ്ടപ്പെട്ട പ്രതീക്ഷയെ തിരിച്ചു കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. ഒരുപിടി ആളുകളുണ്ട് ഈ ശവമഞ്ചത്തിന് ചുറ്റും. അവരൊക്കെ വിധവയെ ഓർത്ത് സഹതപിക്കുക. ഭർത്താവോ പോയി, മകൻ്റെ കാര്യം ഇങ്ങനെയായി, ഇനി ജീവിതത്തിൽ എന്താ ഉള്ളത്? അവർക്കെല്ലാം സഹതപിക്കാനേ പറ്റുന്നുള്ളൂ. സഹതപിക്കുന്ന തരംഗങ്ങൾ തളം കെട്ടി നിൽക്കുന്ന അവസരത്തിൽ അവിടെ നിന്ന് ഒരു പുതിയ പ്രതീക്ഷ കർത്താവ് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ തളം കെട്ടി നിൽക്കുന്ന സഹതാപത്തിൻ്റെ, സങ്കടത്തിൻ്റെ മേഖലകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഒരു ഉയർപ്പില്ല എന്ന് കണക്ക് കൂട്ടിയിരിക്കുന്ന മേഖലകൾ, ഒന്നേ പറയാനുള്ളൂ: നിൻ്റെ ദൈവത്തിന് അവിടെ ഒരു ജീവൻ്റെ തരംഗം കൊണ്ടുവരാൻ സാധിക്കും. പുതിയൊരു ഉണർവിൻ്റെ തരംഗം കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നിൻ്റെ ജീവിതത്തെ സ്പർശിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ, നിൻ്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ ജീവിതത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൽ നിന്നൊരു പുതിയ അധ്യായം തുറക്കുവാനായിട്ട് നിനക്ക് സാധിക്കും എന്ന ബോധ്യം ഈ വ്യക്തിക്ക് നൽകണം. ഈ ദിവസത്തിന് വേണ്ട കൃപകൾ നൽകി അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ